ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഇതെന്താ ഈ ഒരു മരം കണ്ട എന്നെ പോലത്തെ 4 പേര് പിടിക്കേണ്ടി വരും ഈ മരത്തിൻ്റെ ഫുള്ള് ചുറ്റ് കിട്ടണമെങ്കിൽ. അത്രയും വലിപ്പമുള്ള മരം. ഇതാണ് നമ്മളെ തോട്ടത്തിലുള്ള തോണി മാങ്ങാന്ന് പറഞ്ഞ മാവ്. തോണി മാവ് എന്നാണ് പറയല്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നറിയില്ല. ചിലപ്പോൾ ഈ മരത്തിൻ്റെ തടി കൊണ്ട് തോണി ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും വലിയ വലിപ്പമുള്ള കൊണ്ടായിരിക്കും പറയുന്നത്. പക്ഷേ ഇതിലത്തെ മാങ്ങയുടെ ടേസ്റ്റ്, മധുരം, വാ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ടേസ്റ്റാണ്. എനിക്കിതിൽ ഇത്രയും നടന്നിട്ട് ആകേതാ 4 മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മധുരവും ടേസ്റ്റും ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതുപോലത്തെ മാങ്ങ നമ്മളെ പറമ്പിൽ ഒരുപാടുണ്ട്, മാവുണ്ട്, കാട്ടുമാവ് ആണെന്ന് പറയുന്നത്. പക്ഷെ ഇത് മാത്രം ഇതിൻ്റെ മധുരവും സ്വാദും. ഇതിപ്പോൾ ഇവിടെ വീണിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ കൊണ്ടുവച്ചാൽ വീട്ടിൻ്റെ ഉള്ളിൽ മൊത്തം ഈ മാങ്ങയുടെ മണമായിരിക്കും. അത്രയും നല്ല മണവും മധുരവും പറഞ്ഞറിയിക്കാത്ത ടേസ്റ്റ്. പക്ഷെ ഇതിൽ മാങ്ങ ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് താഴേക്കൊന്നും കിട്ടില്ല. ഒന്നാമത് പകൽ സമയത്ത് വാനരന്മാരും കുരങ്ങന്മാരും, രാത്രിയാകുമ്പോൾ എന്താ പറയുക, മെരു, അങ്ങനെയുള്ള ഒരുപാട് പക്ഷികളും. പകൽ പക്ഷിയും രാത്രി കാലങ്ങളിൽ പാറാടെന്ന് പറഞ്ഞ പക്ഷി, അങ്ങനത്തെ ഒരുപാട്. പാറാടെന്ന് വെച്ചാൽ വവ്വാലല്ലാതെ തന്നെ വേറൊരു ജീവിയുണ്ട്. അതൊക്കെ വന്നിട്ട് നിന്ന് ഇരുന്നാണ്. ഇതിൻ്റെ അടിയിൽ നോക്കിയാൽ ഫുള്ള് എന്തോ തിന്നിട്ടിട്ടുണ്ട്. നമുക്കാകെ ഇത്രയും തപ്പിയിട്ട് കിട്ടിയ ആകെ 4 മാങ്ങ. അത്രയും ടേസ്റ്റി മാങ്ങയാണ്.